നാലാമത്തെ ചാപ്റ്റർ നമ്മുടെ ഗവൺമെൻറ് എന്ന പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ പറയുന്ന ബോർഡിലേക്ക് നോക്കുക, ചിത്രങ്ങൾ നോക്കുക. 3 ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം. ചിത്രം 1, ചിത്രം 2, ചിത്രം 3 എന്താണെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ചിത്രം 1 എന്താണ്? നമ്മുടെ പാർലമെൻറ്റിൻ്റെ പടമാണ്. രണ്ടാമത്തത് എന്താണ്? നമ്മളുടെ രാഷ്ട്രപതി ഭവൻ്റെ പടമാണ്. മൂന്നാമത്തേത് ഏതാണ്? കോടതി, നീതിന്യായ വ്യവസ്ഥ പരമോന്നതമായ സ്ഥാപനമായ സുപ്രീം കോടതിയുടെ ചിത്രമായിരുന്നു നമ്മൾ മൂന്നാമതായി കണ്ടത്. എന്താണ് ഇവ മൂന്നും? ഇവ മൂന്നും ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെൻറ്റിന് നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നീ 3 ഘടകങ്ങളുണ്ട്. അതായത് പാർലമെൻറ്റ്, രാഷ്ട്രപതി ഭവൻ, നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത സ്ഥാപനമായ സുപ്രീം കോടതി. ഇത് 3മാണ് നമ്മൾ ആ ചിത്രത്തിൽ കണ്ടത്. ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങൾ, പില്ലേഴ്സാണ്, അല്ലെങ്കിൽ 3 ഘടകങ്ങളാണ് നിയമനിർമ്മാണ വിഭാഗം, നീതിന്യായ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം. നീതിന്യായ വിഭാഗം എന്ത് ചെയ്യുന്നു? നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. നിയമനിർമ്മാണ വിഭാഗം എന്തോ ചെയ്യുന്നു? നിയമങ്ങൾ നിർമ്മിക്കുന്നു. കാര്യനിർവഹണ വിഭാഗം എന്ത് ചെയ്യുന്നു? അത് നടപ്പാക്കുന്നു. നിർമ്മിച്ച നിയമങ്ങൾ നടപ്പാക്കുന്നു. നിങ്ങളെന്ത് ചെയ്യണം? ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കി കൊണ്ടുവരണം കേട്ടോ. നമ്മളുടെ ഇന്ത്യയിലെ ഗവൺമെൻറ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു നിയമനിർമ്മാണ വിഭാഗം എന്തൊക്കെ ചേരുന്നതാണ്? രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. കാര്യനിർവഹണ വിഭാഗം രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ഉദ്യോഗസ്ഥ വൃന്ദവും ചേരുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. നീതിന്യായ വിഭാഗം എന്താണ്? സുപ്രീം കോടതിയും ഹൈക്കോടതികളും അതിൻ്റെ താഴെ ജില്ലാ കോടതികളും അതിൻ്റെ താഴെ സബ് കോടതികളും അതിൻ്റെ താഴെ മുനിസിപ്പൽ കോടതികളും മജിസ്ട്രേറ്റ് കോടതികളും ചേരുന്നതാണ് നീതിന്യായ വിഭാഗം. ഏറ്റവും താഴെത്തട്ടത്തിലെ കോടതിയാണ് മജിസ്ട്രേറ്റ് കോടതി അല്ലെങ്കിൽ മുനിസിപ്പൽ കോടതി. നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളും ചിത്രങ്ങളും ശേഖരിച്ച് അവ ഗവൺമെൻറ്റിൻ്റെ ഏത് ഘടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കുറിക്കുക. അസൈൻമെൻറ്റായിട്ട് തരികയാണ്, അത് ചെയ്യുക. ഓരോന്നും വിശദമായിട്ടൊന്ന് നോക്കാം. നിയമനിർമ്മാണ വിഭാഗം ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. രാഷ്ട്രപതിയും ലോക്സഭ, രാജ്യസഭ എന്നീ 2 സഭകളും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ്. രാജ്യസഭ ഉപരിസഭയെന്നും ലോക്സഭ അധോസഭയെന്നും അറിയപ്പെടുന്നു. ഇങ്ങനെ 2 സഭകളുള്ളതിനാൽ ഇതിനെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നും നമ്മുടെ പാർലമെൻറ്റിനെ വിളിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നാളെ വരുമ്പോൾ നിങ്ങൾ എന്തോ ചെയ്യണം? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ള കൂടുതൽ വേറെ രാജ്യങ്ങളുണ്ടോ എന്ന് നോക്കി കണ്ടെത്തിക്കൊണ്ട് വരണം. നമ്മൾ രാജ്യസഭയെക്കുറിച്ച് പഠിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ്? ഉപരിസഭയായ രാജ്യസഭയെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. എത്ര അംഗങ്ങളുണ്ടെന്നറിയാമോ? തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 238 അംഗങ്ങളുണ്ട്. നോമിനേറ്റ് ചെയ്യുന്നത്, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങളുണ്ട്. അങ്ങനെ ആകെ 250 അംഗങ്ങൾ നമ്മളുടെ രാജ്യസഭയിലുണ്ട്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നും അറിയപ്പെടുന്നു രാജ്യസഭ. സ്ഥിരം സഭയാണ്. അതുപോലെ ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷം വഹിക്കുന്നത്. ഓർക്കുക, ആരാണ് രാജ്യസഭയ്ക്ക് അധ്യക്ഷം വഹിക്കുന്നത്? ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭ കഴിഞ്ഞാൽ ലോക്സഭ. 543 അംഗങ്ങളാണ്. 543 അംഗങ്ങളാണ് ലോക്സഭയിലുള്ളത്. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ് ഈ 543 പേര്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 2 അംഗങ്ങളുണ്ട്. അങ്ങനെ ആകെ 545 അംഗങ്ങൾ അടങ്ങുന്നതാണ് ലോകസഭ. ജനപ്രതിനിധി സഭ എന്നും അറിയപ്പെടുന്നു. 5 വർഷമാണ് കാലാവധി. സ്പീക്കറാണ് അധ്യക്ഷം വഹിക്കുന്നത്. ലോക്സഭയ്ക്ക് അധ്യക്ഷം വഹിക്കുന്നത് സ്പീക്കറാണ്. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞു രാജ്യസഭയ്ക്ക് അധ്യക്ഷം വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. നമ്മളുടെ ലോക്സഭയുടെ പേര്, ലോക്സഭാ മണ്ഡലത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ വീട് ഉൾപ്പെടുന്ന സ്ഥലം ഉൾപ്പെട്ട ലോക്സഭാ മണ്ഡലം
നമ്മളിപ്പോൾ കൊല്ലം ലോക്സഭാ മണ്ഡലമാണ്. അതുപോലത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. അതുപോലെ ഓരോ സംസ്ഥാനങ്ങൾക്കും ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ചേർന്നാണ് ഈ 543 അംഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞത്. രാഷ്ട്രപതി പാർലമെൻറ്റ് അംഗമല്ല, എന്നാൽ അദ്ദേഹം പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ്. പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ സുപ്രധാന ചുമതലകൾ നിർവഹിക്കുന്നതിനാണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമാകുന്നത്. പാർലമെൻറ്റിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല. നിയമനിർമ്മാണത്തിന് പാർലമെൻറ്റിൻ്റെ 2 സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. അതായത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. നിയമത്തിൻ്റെ കരട് രൂപമാണ് ബില്ല്. ഒരു സാധാരണ ബിൽ പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം. ബിൽ ആദ്യം പരിഗണിക്കുന്ന സഭയെ 1-ാം സഭയെന്നും രണ്ടാമത് പരിഗണിക്കുന്ന സഭയെ 2-ാം സഭയെന്നും വിളിക്കുന്നു. 2 സഭകളിലും ബിൽ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. അതായത് ഒരു ബില്ല് 1-ാം സഭ, അത് ലോകസഭയാകാം രാജ്യസഭയാകാം. ആദ്യം ലോകസഭയിലാണ് വരുന്നതെങ്കിൽ 1-ാം വായന, 2-ാം വായന, 3-ാം വായന, അങ്ങനെ 3 ഘട്ടങ്ങൾ കഴിയുമ്പോഴാണ് അവിടുത്തെ അത് പൂർത്തിയാകുന്നത്. അതിനുശേഷം അടുത്ത സഭയിലേക്ക്, ലോകസഭയിലാണ് ആദ്യം നടപടിക്രമങ്ങൾ നടന്നതെങ്കിൽ 2-ാം രാജ്യസഭയിൽ അതേ നടപടിക്രമങ്ങൾ ആവർത്തിക്കണം. എന്നിട്ടാണ് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിക്കുന്നത്. അങ്ങനെയാണ് ബില്ല് നിയമമാകുന്നത്. അതായത് 1-ാം വായന നമ്മൾ നേരത്തെ പറഞ്ഞു. 1-ാം വായന എന്ന് പറഞ്ഞാൽ എന്താണ്? ബില്ല് അവതരിപ്പിക്കുകയാണ്. 2-ാം വായന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നതാണ് 2-ാം വായന. 3-ാം വായന എന്താണ്? ബിൽ മൊത്തമായി പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. അങ്ങനെ 3 ഘട്ടങ്ങളിലൂടെയാണ് ഓരോ ബില്ലും കടന്നു പോകുന്നത്. ബില്ല് ഒപ്പുവെക്കുമ്പോൾ അത് നിയമമായി മാറുന്നു. പാർലമെൻറ്റിൽ പാർലമെൻറ്റിൻ്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ 6 മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാകരുതെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെൻറ്റ് 3 തവണ സമ്മേളിക്കുന്നു. വർഷകാല സമ്മേളനം, ശീതകാല സമ്മേളനം, വേനൽക്കാല സമ്മേളനം എന്നീ പേരുകളിൽ അവ അറിയപ്പെടുന്നു. രാജ്യസഭ ചില സാഹചര്യങ്ങളിൽ 4 സമ്മേളനങ്ങൾ വരെ ചേരാറുണ്ട്. നമ്മൾ പത്രത്തിൽ കാണാറില്ലേ? ലോകസഭ സമ്മേളനം ആരംഭിക്കുന്നു, ശീതകാല സമ്മേളനം ആരംഭിക്കുന്നു, വേനൽക്കാല സമ്മേളനം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് പത്രം വായിക്കുമ്പോൾ കാണാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. 1-ാം സഭ പാസാക്കി കഴിഞ്ഞാൽ സഭാധ്യക്ഷൻ്റെ സാക്ഷ്യപത്രത്തോടെ ബിൽ 2-ാം സഭയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു. 2-ാം സഭയിലും മുകളിൽ പറഞ്ഞ 3 ഘട്ടങ്ങളുണ്ട്. ബിൽ 2 സഭകളിലും പാസാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ബിൽ നിയമമായി മാറുന്നു. 2 സഭകൾക്കുമിടയിൽ ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഒരു സംയുക്ത സമ്മേളനം വിളിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. ലോക്സഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും സംയുക്ത സമ്മേളനം ചേരുക. നമ്മളുടെ നിലവിലെ രാഷ്ട്രപതിയുടെ പേരെന്താണ്? ദ്രൗപദി മുർമു, അറിയാവുന്നതല്ലേ? അതുപോലെ ഉപരാഷ്ട്രപതിയുടെ പേരെന്താണ്? ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. ജഗ്ദീപ് ധൻഖർ ആണ് ഉപരാഷ്ട്രപതി നിലവിൽ. പാർലമെൻറ്റിൽ സഭാ നടപടിക്രമങ്ങൾക്കിടയിൽ പല ഘട്ടങ്ങളുണ്ട്. സമ്മേളനങ്ങൾ നടക്കുന്നതിനിടയിൽ ചോദ്യോത്തരവേളയുണ്ട്, ശൂന്യവേളയുണ്ട്. അതുപോലെ പാർലമെൻറ്റിൻ്റെ മറ്റ് ചുമതലകൾ എന്തെല്ലാമെന്ന് നോക്കാം. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, ചോദ്യം ഉന്നയിക്കൽ, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യൽ. അതുപോലെ തെരഞ്ഞെടുപ്പ് ചുമതല, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പ് ചുമതല പാർലമെൻറ്റിൻ്റെ ചുമതലയാണ്. അതുപോലെ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്, ഭരണഘടനാ വകുപ്പുകളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുന്നതും നമ്മുടെ പാർലമെൻറ്റാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭയെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.